പക്ഷെ ആർക്കും ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ. നല്ല എല്ലാവരുമായിട്ട് നല്ല നല്ല സോഫ്റ്റ് കോർണറായിട്ട് പോകുന്ന കരടികളാണ്. നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് അമർനാഥിൻ്റെ മണ്ണിലാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ 2026 യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 30-ാം തീയതിയായി. 3-ാം തീയതി മുതലാണ് ഇവിടുത്തെ യാത്രകളെല്ലാം പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തുള്ള വിശേഷങ്ങളെല്ലാം ഇതിന് പുറകെ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് ഏകദേശം 7 മണി വരെയാണ് ഇവിടുത്തെ ദർശനം കേട്ടോ. ഇപ്പോൾ സമയം എത്ര മണിയാണെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റും? 6 മണി 6:30 അത്രയ്ക്ക് നല്ല വെളിച്ചമല്ലേ. പക്ഷേ ഇപ്പോൾ സമയം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 8 മണിയാവും. 8 മണിയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം കണ്ടോളൂ. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 8:30 8:45 ആകുമ്പോഴാണ് ഇവിടെ നല്ല കുറച്ച് ഇരുട്ടായിട്ട് വരിക. ഇതെല്ലാം അതിൻ്റെ വിഭവങ്ങളാണ്. അതിനകത്ത് വൈകിട്ടാകുമ്പോൾ ഇറങ്ങി വരും കരടി. പക്ഷെ ആർക്കും ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ. ഇവിടെ നല്ല എല്ലാവരുമായിട്ട് നല്ല നല്ല സോഫ്റ്റ് കോർണറായിട്ട് പോകുന്ന കരടികളാണ്. ഇപ്പൊ സമയം രാത്രി ഏകദേശം 8:30 മണിയായി കേട്ടോ. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഭാഗ്യം നിങ്ങൾക്കാണോ എനിക്കാണോ എന്ന് അറിയത്തില്ല. 2 കരടികൾ വന്നിട്ടുണ്ട്. ഇത് ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു കേട്ടോ. 2 പേരുണ്ട്. ആർക്കും ഉപദ്രവകാരികളൊന്നും അല്ല കേട്ടോ. അവർ കഴിച്ചതേ അവരിതാ പോയിട്ടിരിക്കുന്നതാണ്. കരടിയും കുതിരയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ചരിത്രം എന്താണ്, അതുകൂടാതെ അമർനാഥിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഇതാണ് ഈ വീഡിയോയിലൂടെ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, മല കയറി വരുമ്പോൾ ശ്വാസം കിട്ടാത്തതുകൊണ്ട് പറയാനായിട്ട് സാധിച്ചില്ല. ആ കുറവ് ഞാൻ ഈ വീഡിയോയിൽ നിർത്തുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അമർനാഥിന്റെ ചരിത്രം എന്താണ്, പിന്നെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കരുതണം, എങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ഓക്കെ, അതിലേക്ക് കടക്കാം. പരമശിവൻ പാർവതി ദേവിയോട് അമർകഥ പറയുന്നതാണ് സന്ദർഭം. പാർവതി ദേവിയോട് അമർകഥ വെളിപ്പെടുത്താൻ ശിവൻ ഒരു ജീവജാലത്തിനും അവ കേൾക്കാൻ കഴിയാത്ത ഒരു ഒറ്റപ്പെടൽ പൂർണ്ണമായി നിശബ്ദ സ്ഥലം തേടിയിട്ടുള്ള യാത്രയാണ് അമർനാഥ്. ഹിമാലയൻ ഗുഹയിലേക്കുള്ള അവരുടെ കഠിനമായ യാത്രയിൽ ശിവൻ പ്രതീകാത്മകമായ ഭൗതിക ലോകത്തോടുള്ള തന്റെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു വിവിധ സ്ഥലങ്ങളിൽ തന്റെ വസ്തുക്കൾ ഉപേക്ഷിച്ചു. തന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിൽ ഉപേക്ഷിച്ചു. ചന്ദൻവാരിയിൽ തന്റെ മുടിയിൽ നിന്നും ചന്ദ്രക്കലയെ മോചിപ്പിച്ചു. ശേഷ്നാഗ് തടാകത്തിൽ കഴുത്തിൽ വളഞ്ഞിരുന്ന പാമ്പുകളെ മോചിപ്പിച്ചു. മഹാഗുണപർവ്വതം തന്റെ മകനായ ഗണപതിയെ അവിടെ ഉപേക്ഷിക്കുകയുണ്ടായി. പിൽക്കാലത്ത് ഇതിനെ MG ടോപ്പ് എന്ന് അറിയപ്പെടുന്നു. പോസ്പത്രി, ഇവിടെയാണ് ശിവനും പാർവതി തന്റെ യാത്രയിൽ വിശ്രമിച്ച സ്ഥലം. പഞ്ചധരണി പേര് പോലെ പ്രസിദ്ധമാണ്. പ്രകൃതിയുടെ 5 അടിസ്ഥാന ഘടകങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെ പരമശിവൻ ഇവിടെ ഉപേക്ഷിക്കുകയുണ്ടായി. ഹോളി കേവ്, ഭൂമിയിലെ എല്ലാ ഗുണങ്ങളും സ്വയം അഴിച്ചുമാറ്റി പ്രപഞ്ച താണ്ഡവ നൃത്തം ചെയ്ത ശേഷം ശിവനും പാർവതിയും ഗുഹയിൽ പ്രവേശിച്ചു. പൂർണ്ണമായ രഹസ്യം ഉറപ്പാക്കാൻ ചുറ്റുമുള്ള ഏതൊരു ജീവനെയും നശിപ്പിക്കാൻ ശിവൻ ഒരു അഗ്നിവലയം സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഒരു ജോഡി അജ്ഞാത പ്രാവുമുട്ടകൾ മറഞ്ഞിരുന്നു. ശിവൻ പാർവതിയോട് പ്രപഞ്ച രഹസ്യങ്ങളും അമർകഥകളും വിവരിച്ചപ്പോൾ മുട്ടകൾ വിരിഞ്ഞു. 2 നവജാത പ്രാവുകൾ ദിവ്യ സംഭാഷണം മുഴുവൻ കേട്ട് അമർത്യരായി. ഇന്നുവരെ ഭക്തർ പലപ്പോഴും ശ്രീകോവിലിനടുത്ത് ഒരു ജോഡി പ്രാവുകളെ ഉള്ളവർക്ക് ആ പ്രാവുകളെ ഇവിടെ കാണാം. പിന്നെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കരുതണം, എങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ഓക്കെ, അതിലേക്ക് കിടക്കാം. ബൈ. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടേക്ക് യാത്ര തിരിക്കാൻ പാടുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആധാർ, 2 ഫോട്ടോ എന്നിവ ഇവിടെ ആവശ്യമായിട്ട് വരും. ഇതിൽ അസുഖമുള്ളവർ യാത്ര ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിനെ പറയുന്ന ഭണ്ഡാര എന്ന് പറയും. ഇവിടെ ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം 35 വർഷമായിട്ട് ഇവിടെ ഫുഡ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സൗജന്യമാണ് ഇത്. ഇവിടെ 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കാണുന്ന ഇതെല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം റെഡിയാക്കിയോണ്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ താൽക്കാലികമായിട്ടുള്ള ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്. ഇതാണ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന്
അതുകൊണ്ട് ഇത് മേളിലേക്ക് ദർശനത്തിന് പോകുന്ന ലൈനും ഇത് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലൈനും. ഇവിടെ അതിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉള്ള മൊബൈൽ അതേപോലെ ഇലക്ട്രോണിക് ഐറ്റങ്ങളൊന്നും എടുത്ത് പോകാൻ പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസുണ്ട്. വരുന്നവരെല്ലാം വന്നിട്ട് കൗണ്ടറിൽ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. 483 പടികൾ കയറി വേണം മുകളിലെത്താൻ വേണ്ടിയിട്ട്. ഇത് പ്രസാദ കൗണ്ടറാണ് കേട്ടോ. ഏകദേശം 100 രൂപ 500 രൂപയാണ് ഇവിടുത്തെ പ്രസാദത്തിൻ്റെ റേറ്റുകൾ കേട്ടോ. 2026 അമർനാഥ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ വിശദമായിട്ട് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്, പോയി കാണുക. പിന്നെ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.